ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. മക്കളെ, ഇതാ ജൂൺ 21 റീനീറ്റിന്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തു. നിങ്ങളൊക്കെ നന്നായി പഠിക്കുന്നുണ്ടെന്ന് അറിയാം. ഓൾറെഡി നമ്മുടെ സൈലത്തിന്റെ ചാനലിൽ കൂടെ അനന്ത് സാറും ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ഒക്കെ റീനീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ സ്ട്രാറ്റജീസും പ്ലാനും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇനിയും ഞാൻ സ്ട്രാറ്റജീസ് പ്ലാൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന 21 ഡേയ്സ് എന്ന് പറയുന്നത് അത്രയ്ക്കും ക്രൂഷ്യലാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കറിയാം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ലാസ്റ്റ് 3 വീക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റി വളരെ പോസിറ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഞാനത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ റീനീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ നമുക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്കറിയാം മക്കൾ ഇപ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് നന്നായി പഠിച്ച് വരുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ചിലപ്പോഴൊക്കെ മടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അറിയാണ്ട് ചിന്തിച്ചു റീനീറ്റ് ഒന്നും വേണ്ടായിരുന്നു, മറ്റേ നീറ്റ് തന്നെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു ലൂപ്പിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ്, അങ്ങനെ ഒരു തോട്ടേ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവരുത്. അപ്പോൾ കഴിഞ്ഞ ഒരു നീറ്റ് എക്സാം നിങ്ങളൊരു മോഡൽ എക്സാം എഴുതിയതാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ആൻഡ് ആ ഒരു മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ്, നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ ചിലരൊക്കെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെ ആയിരുന്നില്ലേ എൻ്റെ മിസ്റ്റേക്സ്, ഇതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് ഒന്നും കൂടെ എഴുതാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ ചിലർ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വരാൻ പോകുന്ന നീറ്റ് ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ടാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതിപ്പോൾ കഴിഞ്ഞ എക്സാം നന്നായി എഴുതിയവർക്കും ഇനി അത്ര നന്നായി എഴുതാൻ പറ്റാത്തവർക്കൊക്കെ ഇത് ഇനി വരാൻ പോകുന്ന എക്സാം കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ട് എഴുതാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ കാണണം. രണ്ടാമത്തെ കാര്യം, കുറച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് പോലെ തന്നെ കുറച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് പറഞ്ഞുതരാം. മെയിൻ തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. അത്രയും വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക. ഓൾറെഡി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ആക്ച്വൽ നീറ്റിന്റെ സമയത്ത്. അപ്പോൾ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക എത്ര ഡിഫറെൻറ്റ് അല്ലെങ്കിൽ എത്ര വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെ ഈസി, മോഡറേറ്റ്, ഹാർഡ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യാൻ നോക്കുക. ബിക്കോസ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന നീറ്റ് ഏത് ലെവലായിരിക്കും. ബിക്കോസ് കഴിഞ്ഞ വർഷം ഭയങ്കര ഡിഫിക്കൽട്ട് ആയപ്പം നമ്മൾ ഇത്തവണത്തെ നീറ്റ് എക്സ്പെക്ട് ചെയ്തത് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലാണ്. പക്ഷേ ഇറ്റ് വാസ് സോ ഈസി അല്ലേ. അപ്പോൾ ഇനി വരാൻ പോകുന്ന നീറ്റ് എങ്ങനെയായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. സോ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എല്ലാ ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നാലും അത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ എല്ലാ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അടുത്തത്, പ്രോപ്പർ റിവിഷൻ നമുക്ക് എല്ലാ സബ്ജക്ട്സിലും ഭയങ്കര നീഡഡ് ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിന്റെ കേസിൽ NCERT വിട്ടൊരു കളി വേണ്ട. NCERT എത്ര തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ റിവൈസ് ചെയ്യുക. നമ്മൾ ഒരു പക്ഷെ ഒരു ചാപ്റ്റർക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുമായിരിക്കും ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഞാൻ അല്ലെങ്കിൽ അത്രയും തവണ ഞാനിത് വായിച്ചതാണ്, വീണ്ടും എന്തിനാ വായിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും, ചിലപ്പോൾ മടുപ്പ് വരുമായിരിക്കും. പക്ഷേ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ ഒരു ഡ്രീം ഉണ്ട്. നമുക്ക് എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരി അല്ലെങ്കിൽ രാജ്യത്തിലെ തന്നെ നമ്പർ 1 മെഡിക്കൽ കോളേജിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു സ്വപ്നം ആലോചിക്കുക. എത്ര മടുപ്പ് വന്നാലും വീണ്ടും വീണ്ടും വായിക്കാം. ബിക്കോസ് ബയോളജിയുടെ ഒക്കെ കേസിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ഓപ്ഷൻസ് കാണുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് അത്രയും തവണ നിങ്ങൾ അത് റിവൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബയോളജിയിൽ ഫുൾ മാർക്ക്, അതായത് 360 ഔട്ട് ഓഫ് 360 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത് ഫിസിക്സിന്റെ കേസിൽ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് എൻ ഇക്വേഷൻ ബുക്ക്, ഡെയിലി കുറച്ച് നേരം ഇക്വേഷൻ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ഡെയിലി ഇക്വേഷൻ ബുക്ക് വായിക്കുക. വെൻ ഇറ്റ് കംസ് ടു കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി കുറച്ചും കൂടെ ഫിസിക്സ് പോലെ പഠിക്കാൻ നോക്കുക. കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഓൾറെഡി ഫിസിക്കൽ കെമിസ്ട്രിക്ക് എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഫ് അങ്ങനെ ഇല്ലെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കുന്ന രീതിക്ക് സ്പീഡിൽ വായിച്ചു പോകുക. ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും കൈൻഡ് ഓഫ് ബയോളജി പഠിക്കുന്നത് പോലെ നിങ്ങൾ ടെക്സ്റ്റ് ഒരുപാട് തവണ റിവൈസ് ചെയ്യുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഒരു 21 ഡേയ്സിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 100% ഷുവർ നിങ്ങൾക്ക് കഴിഞ്ഞ നീറ്റിന് എഴുതിയതിനേക്കാളും എത്രയോ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് വരുത്താൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, ഓരോരുത്തരുടെയും വീക്ക് ഏരിയാസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരാളുടെ സ്ട്രെങ്ത് ചിലപ്പം വേറൊരാളുടെ വീക്ക്നെസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ നിങ്ങൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിക്കായിരിക്കണം എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ നീറ്റ് എഴുതിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യുന്ന രീതിക്കായിരിക്കണം ഇനി വരുന്ന നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും എയിം എന്ന് പറയുന്നത് 720 ഔട്ട് ഓഫ് 720 ആണ്. നമുക്ക് എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരി അല്ലെങ്കിൽ ബാക്കിയുള്ള എയിംസ് പോലെയൊക്കെയുള്ള അത്രയും ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കണം. ആ ഒരൊറ്റ ഡ്രീം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചോളാം. ആൻഡ് യു ആർ ഗോയിങ് ടു ക്രാക്ക് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്.